10 കൊല്ലത്തെ പിണറായി ഭരണത്തിൻ്റെ കാലത്ത് ഈ സംഗതി മൂടി വെച്ചു. ഇവിടെ ഒന്നും സംഭവിച്ചില്ല. ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും ഇതിനെ ആദ്യം ഒന്ന് നോട്ടിഫൈ ചെയ്ത് കൊടുക്കാൻ ഈ പിണറായി സർക്കാർ തയ്യാറായില്ല. എനിക്ക് വലിയ അഭിമാനത്തോടെയാണ് വൈക്കം അതിൻ്റെ അത് പരിഗണിക്കപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ അഭിമാനമാണ്. അനുഭവപൂർവ്വം അത് പരിഗണിച്ച ബഹുമാന്യനായ മുഖ്യമന്ത്രിയോടും പ്രിയപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ സാറിനോടും എൻ്റെ എല്ലാവിധ നന്ദിയും ഈ സമയത്ത് അറിയുകയാണ്. UDF ഭാഗത്ത് നിന്ന് ഭയങ്കരമായ ശബ്ദകോലാഹലങ്ങളും വലിയ സമരം ഒക്കെ ഭയങ്കര മുദ്രാവാക്യങ്ങളൊക്കെ മുടങ്ങുന്ന അന്തരീക്ഷത്തിലാണ് ഞാനത് അവതരിപ്പിക്കുന്നത്. ഒറ്റ വീട്ടുകാരെ പോലും ഒഴിപ്പിക്കണ്ട. ഇതൊക്കെ ഇതിനൊരു ഭാഗമാണെങ്കിലും മറ്റ് വിഷയങ്ങളെല്ലാം നമ്മൾ തരണം ചെയ്ത് ഒരുപക്ഷെ എയിംസ് എങ്ങനെ നമുക്ക് സാധ്യമാക്കാം എന്നുള്ളത് വളരെ ചോദ്യചിഹ്നമാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അതായത് എയിംസ്. കേരളത്തിൽ എയിംസ് വരികയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആവുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ വെള്ളൂർ എന്ന ഗ്രാമത്തിലാണ്. എന്തെല്ലാം ഘടകങ്ങളാണ് വെള്ളൂരിനെ ഇതിനു വേണ്ടി ആപ്റ്റ് ആക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പഴയ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിൻ്റെ, അതായത് ഇപ്പോഴത്തെ KPPL കൈവശമുള്ള 700 ഏക്കറോളം ഭൂമിയാണ് വെള്ളൂരിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. എയിംസിന് ആവശ്യമുള്ള 200 ഏക്കറോ അതിലധികമോ ഭൂമി കുടിയൊഴിപ്പിക്കലോ പുനരധിവാസമോ ഇല്ലാതെ വെള്ളൂരിന് നിഷ്പ്രയാസം നൽകാൻ കഴിയും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ MC റോഡ് കടന്നു പോകുന്ന കോട്ടയം ജില്ലയും NH66 കടന്നു പോകുന്ന ആലപ്പുഴ ജില്ലയും മെട്രോ സിറ്റി ആയിട്ടുള്ള എറണാകുളവും ഇവിടെ തൊട്ടടുത്താണ്. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടും തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. എയിംസിന് ആവശ്യമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ശുദ്ധജലം എന്ന് പറയുന്നത്. ഒരിക്കലും വറ്റിയ ചരിത്രമില്ലാത്ത മൂവാറ്റുപുഴ ആറാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. ഏകദേശം 4 മുതൽ 5 വരെ ശുദ്ധജല കുടിവെള്ള പദ്ധതികളാണ് ഇപ്പോൾ തന്നെ ഇവിടെ നിലവിലുള്ളത്. ഇനി ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിനാണെങ്കിൽ ഇതിനകത്ത് തന്നെയാണ് പിറവൻ റോഡ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതായത് നിർദ്ദിഷ്ട എയിംസിൻ്റെ സ്ഥലത്ത് നിന്ന് ഏകദേശം 100 മീറ്റർ പോലും ഇവിടേക്ക് ദൂരമില്ല. നിലവിൽ റബ്ബർ പാർക്കിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സബ്സ്റ്റേഷനാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഒരു പക്ഷേ എയിംസ് ഇവിടെ വരികയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള വൈദ്യുതിയും ഇതേ സ്റ്റേഷനിൽ നിന്ന് തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്നതാണ്. ഈ കാണുന്ന ഭൂമിയെല്ലാം ഈ പറഞ്ഞ 700 ഏക്കറിൻ്റെ ഭാഗങ്ങളാണ്. വർഷങ്ങളായി യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇല്ലാതെ തരിശായി കാട് പിടിച്ച് കിടക്കുന്ന ഭൂമി. സാറിന്റെ പേരെന്താ? എൻ്റെ പേര് പോൾ സെബാസ്റ്റ്യൻ. ഞാൻ ഗ്രേറ്റർ പിറവൻ ഡെവലപ്മെൻറ്റ് ഫോറം എന്ന് പറയുന്ന ഒരു ഫോറം പിറവൻ നിയോജകമണ്ഡലത്തിൽ ഉണ്ട്. ആ സംഘടനയിൽ അംഗമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഈ എയിംസ് എന്നുള്ള ആശയം ആദ്യമായി ഉണ്ടാകുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ്. ആദ്യമായി എയിംസ് സ്ഥാപിച്ചത് 1956-ലാണ്. അത് സ്ഥാപിക്കാൻ വേണ്ടി ആദ്യം അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലം പശ്ചിമ ബംഗാളിലെ കൽക്കട്ടയായിരുന്നു. പക്ഷേ കൽക്കട്ടയിൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമല്ലാതെ വരികയും അവർക്ക് അതിന് താല്പര്യമില്ലാതെ വരികയും ചെയ്തുകൊണ്ട് ആ സംരംഭമാണ് ഡൽഹിയിലേക്ക് മാറ്റി ഡൽഹിയിൽ കൊണ്ടുവന്ന് എയിംസ് സ്ഥാപിച്ചത്. പിന്നീടുണ്ടായ സർക്കാരുകളിൽ മൻമോഹൻ സിംഗ് അധികാരത്തിലിരിക്കുന്ന കാലത്താണ് ഓരോ സംസ്ഥാനത്തും ഓരോ എയിംസ് സ്ഥാപിക്കണം എന്നുള്ള ആശയം ഉണ്ടാകുന്ന അന്നാണ്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ എയിംസ് അനുവദിക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ 22 സംസ്ഥാനങ്ങളിൽ എയിംസ് അനുവദിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൽ 18 സ്ഥലത്തും ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കൊച്ചിൻ റിഫൈനറിയുടെ ഒരു പുതിയ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അമ്പലമുകളിൽ വന്നപ്പോൾ അന്ന് അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അനൗൺസ് ചെയ്തതാണ് ഈ കേരളത്തിന് എയിംസ് അനുവദിക്കാം, നിങ്ങൾ 200 ഏക്കർ സ്ഥലം, അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്ഥലം 200 ഏക്കർ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ എയിംസ് അനുവദിക്കാമെന്ന് അദ്ദേഹം അനൗൺസ് ചെയ്തു. പക്ഷേ 10 കൊല്ലത്തെ പിണറായി ഭരണത്തിൻ്റെ കാലത്ത് ഈ സംഗതി മൂടി വെച്ചു. ഇവിടെ ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ ഗവൺമെൻറ് മാറി വന്നു. പ്രത്യേകിച്ച് നമ്മുടെ വൈക്കം ഈ MLA ബിനിമോൻ MLAയുടെ താല്പര്യവും ഞങ്ങളതിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്തു കൊടുത്തുകൊണ്ട് ഈ വെള്ളൂർ എന്ന് പറയുന്ന സ്ഥലം എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ്. ഈ വെള്ളൂർ KPPL 700 ഏക്കർ സ്ഥലത്തിൽ നിന്നും 200 ഏക്കർ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഈ എയിംസ് ഇവിടെ യാഥാർത്ഥ്യമാകും. അത് സത്യമായ കാര്യമാണ്. ഒന്നാന്തരം ശുദ്ധമായ ജലം ഒഴുകുന്ന മൂവാറ്റുപുഴ ആറ് ഇവിടെയുണ്ട്. റെയിൽവേ
ഈ പ്രോപ്പർട്ടിക്ക് അകത്തോട് തന്നെയാണ് റെയിൽവേ കടന്നു പോകുന്നത്. 110 kV സബ്സ്റ്റേഷൻ ഇവിടെയുണ്ട്. മറ്റെല്ലാവിധ റോഡ് കണക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ 4 ജില്ലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മേവളൂർ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും ഇതിനെ ആദ്യം ഒന്ന് നോട്ടിഫൈ ചെയ്ത് കൊടുക്കാൻ ഈ പിണറായി സർക്കാർ തയ്യാറായില്ല. ഇപ്പോൾ നമ്മളെ ഈ വെള്ളൂരിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ആരോഗ്യമന്ത്രി ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ വെള്ളൂരിനെ പെടുത്തിയിട്ടുണ്ട്. യാഥാർത്ഥ്യമാകുമെന്ന് ഞങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. ഈ കേരളത്തിൻ്റെ മധ്യഭാഗത്ത് ഇത്രയും നല്ലൊരു സ്ഥലം, ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങളുള്ളൊരു സ്ഥലം വേറെ കിട്ടാനുണ്ടാവില്ല. ഇതായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. അതുകൊണ്ട് തന്നെയാണ് വെള്ളൂരിൽ ഈ സംരംഭം, അതുപോലെ KPPL എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നിന്നു പോകുന്ന ഒരു പ്രസ്ഥാനമായത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെയാണ് എയിംസ് എന്ന് പറയുന്നത്. നമുക്ക് കേരള സർക്കാരിന് പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ല. ഒരാളെ പോലും കുടി ഒഴിപ്പിക്കേണ്ട, എല്ലാം സർക്കാരിൻ്റെ കയ്യിലുള്ള ഭൂമിയാണ്. ആ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായ മാത്രമേ അതിനിപ്പോഴത്തെ നമ്മുടെ ഗവൺമെൻറ് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. എയിംസ് ഇവിടെ യാഥാർത്ഥ്യമാകും എന്ന് തന്നെ ഞങ്ങൾ 100% വിശ്വസിക്കുക. വൈക്കത്തെ ഇപ്പോഴത്തെ MLA ആയ K. ബിനുമോൻ സാറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ സാർ, വൈക്കത്ത് അതായത് നമ്മുടെ വെള്ളൂര് എയിംസ് വരുന്നതിനെ കുറിച്ച് പ്രദേശത്തിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? എനിക്ക് വലിയ അഭിമാനത്തോടെയാണ് വൈക്കം അതിൻ്റെ അകത്ത് പരിഗണിക്കപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ അഭിമാനമാണ്. വൈക്കം ജനങ്ങൾക്ക് ഒന്നും ഇല്ലായ്മയിൽ നിന്നും വലിയ ഒരു പ്രതീക്ഷ ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഒരു ജനപ്രതിനിധിയായി ആദ്യം വന്ന സമയത്ത് തന്നെ ഈ എയിംസിനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുമ്പോൾ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ഏറ്റവും ബഹുമാനീയനായ ആരോഗ്യ വകുപ്പ് മന്ത്രിയോടും ഇത് ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇവിടെയുള്ള ജനങ്ങളുടെ നിവേദനമായി ഞാൻ അദ്ദേഹത്തെ ഇത് ഏൽപ്പിക്കുകയും ചെയ്ത സമയത്ത് അനുഭവപൂർവ്വം അത് പരിഗണിച്ച ബഹുമാന്യനായ മുഖ്യമന്ത്രിയോടും പ്രിയപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി K. മുരളീധരൻ സാറിനോടും എൻ്റെ എല്ലാവിധ നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. വിചാരിച്ച് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം അത് പരിഗണിക്കുകയും ചെയ്തു. ഇതിനു മുമ്പും അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിട്ടില്ല ഇന്നുവരെ. ഞാൻ സർക്കാരുകളെ കുറ്റം പറയുന്നില്ല, പക്ഷേ ഇത് പരിഗണിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കേരളത്തിലെ ഇന്ന് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പരിശോധിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് നമുക്ക് പറയാൻ കഴിയും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളൂര് വൈക്കം നിയോജക മണ്ഡലത്തിന്റെ KPPLന്റെ ഭാഗമായി സർക്കാരിന്റെ കയ്യിലുള്ള വസ്തു, KPPLന്റെ ഭാഗമായിട്ടുള്ള വസ്തു സർക്കാരിൻ്റെതാണ്. അപ്പോൾ സർക്കാരിന്റെ വസ്തു ആകുമ്പോൾ 1 രൂപ പോലും മുടക്കണ്ട, ഒരാളെ പോലും കണ്ണീരോടെ ഇറക്കി വിടണ്ട. പിന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധജലം ലഭിക്കും. മൂവാറ്റുപുഴ ആറ് തൊട്ട് അടുത്തുകൂടി ഒഴുകുന്നതുകൊണ്ട് ശുദ്ധമായ ആവശ്യമായ ജലം ലഭിക്കും. 2 110 kV ലൈൻ സബ്സ്റ്റേഷനുകൾ ഇതിൻ്റെ തൊട്ടടുത്തുണ്ട്. ആവശ്യമായ വൈദ്യുതി മുടക്കം കൂടാതെ ലഭിക്കും. പിന്നെ കൂടാതെ റെയിൽവേ സ്റ്റേഷൻ ഇതിനോട് ചേർന്ന് നമ്മൾ ഈ പറയുന്ന പ്രൊപ്പോസൽ ചെയ്തിട്ടുള്ള വസ്തുവിനോട് ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട്. പിന്നെ ഏറ്റവും നല്ല റോഡ് സൗകര്യമുള്ള ഒരു പ്രദേശം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ കൃത്യമായി പറയാൻ കഴിയും. ശുദ്ധജലം ലഭിക്കുന്നു, വൈദ്യുതി ആവശ്യത്തിന് ലഭിക്കുന്നു, നല്ല കൃത്യമായി സഞ്ചരിച്ച് ഇവിടേക്ക് പല ജില്ലകളിൽ നിന്നും എത്തുവാൻ വേണ്ടിയിട്ടുള്ള വഴി സൗകര്യമുണ്ട്. പിന്നെ ഏകദേശം ഇവിടുന്ന് 50-59 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇന്റർനാഷണൽ എയർപോർട്ടായിട്ടുള്ള എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്റർനാഷണൽ എയർപോർട്ട്, നെടുമ്പാശ്ശേരിയിൽ എയർപോർട്ടിലേക്ക് എത്തുവാൻ വളരെ എളുപ്പം കഴിയും. അപ്പോൾ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ജില്ലകളിൽ നിന്നും കൃത്യമായി ഇവിടേക്ക് എത്തുവാൻ കഴിയും. ആലപ്പുഴ, ചേർത്തല തൊട്ടടുത്താണ്. എറണാകുളത്ത് നിന്ന് എളുപ്പത്തിൽ വരാൻ പറ്റും. കോട്ടയം, പത്തനംതിട്ട, അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നും കൃത്യമായി എളുപ്പത്തിൽ വന്ന് ചേരുവാൻ പറ്റുന്ന സ്ഥലവും 1 രൂപ മുടക്കാതെ, ഒരാളുടെ കണ്ണുനീര് വീഴ്ത്താതെ ആവശ്യമായ എല്ലാ വസ്തുക്കളും ഇതിനോടൊപ്പം ചേർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. അത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഇതിനടുത്തുള്ള തൊട്ടടുത്ത് എൻ്റെ നിയോജകമണ്ഡലം ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് മന്ത്രിയുണ്ട്, ശ്രീ അനൂപ് ജേക്കബ് മന്ത്രിയുണ്ട്, അതോടൊപ്പം പ്രിയപ്പെട്ട അമ്പു നമ്മുടെ ചീഫ് വിപ്പ് ഉണ്ട്, അതുകൂടാതെ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, നാട്ടക സുരേഷ് സാറുണ്ട്. ഇവരെല്ലാം നമ്മളോട് ഒരുമിച്ച് നിന്നാണ് പറയുന്നത് ഏറ്റവും അനുയോജ്യമായ സ്ഥലം കേരളത്തിൽ KPPLന്റെ ഭാഗമായിട്ടുള്ള വെള്ളൂർ HVCയുടെ പഴയ 700 ഏക്കറിൽ 200 ഏക്കർ കൊടുക്കുവാൻ തയ്യാറായാൽ, സർക്കാർ തയ്യാറായാൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലം എയിംസിന് തീർച്ചയായും വെള്ളൂരിലെ
KPPL സ്ഥലം തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും. വളരെ അഭിമാനത്തോടെ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഇവിടെയുള്ള പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ, വിവിധ സംഘടനകളിലെ ആൾക്കാരെല്ലാവരും ഇതിനു വേണ്ടി വലിയ കഠിന ശ്രമം, രാത്രിയും പകലും ഒന്ന് ഓണം തിരുവനന്തപുരത്തും മന്ത്രിമാരെയും കാണുവാൻ വേണ്ടി വലിയ കഠിന ശ്രമം നടത്തുന്നുണ്ട്. ഇവരുടെയൊക്കെ പ്രയത്നം തീർച്ചയായും എനിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. KPPL ഈ വെള്ളൂർ HPCയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന സ്ഥലം KPPL ഏറ്റെടുക്കൂ, അത് സർക്കാരിൻ്റെ സ്ഥലമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ സർക്കാരിൻ്റെ വസ്തു, എല്ലാ സംവിധാനവും, ഇതിനാവശ്യമായ എല്ലാ ഘടകങ്ങളോടും ഇതിനോട് ചേർന്നിട്ടുണ്ട്. ജനങ്ങളെല്ലാം വലിയ പ്രതീക്ഷയിലാണ്, ആവേശത്തിലാണ്. അപ്പോൾ ഇത് പരിഗണിച്ച ഈ അവസാനഘട്ട ലിസ്റ്റ് നമ്മുടെ കേന്ദ്ര സർക്കാരിലേക്ക് കൊടുക്കുമ്പോൾ 4 or 5 പേരുകളാണ് നൽകുന്നത്. പല വിവിധ കേരളത്തിലെ തന്നെ വിവിധ സ്ഥലങ്ങൾ കൊടുക്കുമ്പോൾ വൈക്കം കൂടി അതിനകത്ത് ഉൾപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടെയാണ് ഒരു വൈക്കം നിയോജക മണ്ഡലത്തിലെ ഒരു MLA എന്ന നിലയിൽ ഞാൻ കാണുന്നത്. അത് എന്നോടൊപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം ഈ ബഹുമാന്യരായിട്ടുള്ള അടുത്ത നിയോജക മണ്ഡലങ്ങളിലെ എല്ലാ മന്ത്രിമാരും MLA-മാരും ഉണ്ട് എന്നതാണ് എൻ്റെ വലിയ ഒരു പ്രതീക്ഷ. അപ്പോൾ തുടർന്നും സർക്കാരും മുഴുവൻ ജനങ്ങളും ഇതിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായും വൈക്കത്ത് അല്ലെങ്കിൽ വെള്ളൂര് എയിംസ് എന്ന് പറയുന്ന വലിയ ഏറ്റവും സുപ്രധാനമായ ഒരു സ്ഥാപനം വരികയും അതിൻ്റെ വലിയ ഒരു മാറ്റം വൈക്കത്തെ പ്രദേശത്ത് ഉണ്ടാകുകയും വലിയ ഒരു വികസന സ്വപ്നം ഞങ്ങളെല്ലാവരും കാണുകയാണ്. അതുകൊണ്ട് തീർച്ചയായും വൈക്കത്ത് ഇത് വരണമെന്ന് എല്ലാ ബഹുമാന്യ വ്യക്തികളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എയിംസ് വെള്ളൂരിൽ വരുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. ഈ ഒരു വിഷയം ആദ്യമായി നിയമസഭയിൽ അവതരിപ്പിച്ചത് വൈക്കത്തിന്റെ മുൻ MLA ആയിരുന്ന CK ആശാ മേഡമാണ്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എയിംസ് കേരളത്തിൽ അനുവദിക്കുന്നതിനെ സംബന്ധിച്ച് വർഷങ്ങളായി നമ്മുടെ ആഗ്രഹമാണ്. കേന്ദ്ര സർക്കാരിൽ നിരന്തരമായി മാറി മാറി വന്ന ഓരോ സർക്കാരുകളും അതിനെ സംബന്ധിച്ച് പ്രപ്പോസലുകൾ വയ്ക്കുകയും എന്നാൽ അതെല്ലാം നിർദ്ദയം നാളിതുവരെ തള്ളിപ്പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിനുണ്ടായിട്ടുള്ളത്. അത് എയിംസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പല കേന്ദ്ര പദ്ധതികളും അത്തരത്തിൽ തന്നെ നമുക്ക് മുൻ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നിന്ന് എയിംസ് അനുവദിക്കപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന് സാഹചര്യമുള്ള 10ഓളം സ്ഥലങ്ങളുടെ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അതിൽ വെള്ളൂർ KPPL വേണ്ടി നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള സ്ഥലം പരിഗണനയിലുണ്ട് എന്നുള്ളത് പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം കേരളത്തിലെ എയിംസ് അനുവദിക്കുക എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ ജനതയുടെ ഏറ്റവും പരമപ്രധാനമായ ഒരാവശ്യമാണ്. അതിൽ കേരളത്തിൽ അനുവദിക്കുമ്പോൾ അത് വൈക്കം നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥലത്ത് വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന, അതിന് എന്ത് തരത്തിലുള്ള പിന്തുണ കൊടുക്കുന്നതിനും സന്നദ്ധമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ അത്തരത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയം ആദ്യമായിട്ട് നിയമസഭയിൽ ഉന്നയിക്കാൻ പറ്റി എന്നുള്ളത് വൈക്കത്തിൻ്റെ മുൻ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അന്ന് KPPL വേണ്ടി നമ്മുടെ സർക്കാർ, കേരള സർക്കാർ 700 ഏക്കർ സ്ഥലം KPPL വേണ്ടിയെന്നല്ല, HNL എൻ്റെ സ്ഥലമാണ് 700 ഏക്കർ ഉണ്ടായിരുന്നത്. അത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായി HNL സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് വിൽപ്പനയ്ക്ക് വയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ സമയം മുതൽ, ഞാൻ MLA ആയി 2016 ചെല്ലുന്ന സമയം മുതൽ ഈ HNL സ്ഥലം ഇവർ വിൽക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ആ കമ്പനി അടച്ചിട്ട് അത് മറ്റൊരു തരത്തിലേക്ക് മാറ്റപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ട നാൾ മുതൽ അന്നത്തെ സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ മുന്നിൽ നമ്മൾ പലതരത്തിലുള്ള റിക്വസ്റ്റുകൾ സമർപ്പിച്ചു. അത് ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്നുള്ള തരത്തിൽ അത് നിയമസഭയിൽ തന്നെ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ ആ വിഷയത്തെ സംബന്ധിച്ച് കൊണ്ടുവന്നു, സബ്മിഷൻസ് കൊണ്ടുവന്നു. ഗവൺമെൻറ് നേരിട്ട് തന്നെ ആ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യമുണ്ടായി. കേരള നിയമസഭ
പ്രമേയം പാസ്സാക്കി കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അയച്ചു. നമ്മൾ HNL വേണ്ടി പണ്ട് ഏറ്റെടുത്ത് സർക്കാർ കൊടുത്തിട്ടുള്ള ഭൂമിയാണ്. അത് തിരിച്ച് കേരളത്തിന് തന്നെ തരണമെന്നുള്ളതായിരുന്നു ആ പ്രമേയത്തിലൂടെയൊക്കെ ആവശ്യപ്പെട്ടത്. എൻ്റെ സബ്മിഷനിലും അത് സർക്കാരിൻ്റെ സബ്മിഷനില്ല, ശ്രദ്ധ ക്ഷണിക്കലിലും സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധാ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ആത്യന്തിക ഫലമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് ഒരു പ്രമേയത്തിലൂടെ ആ വിഷയം അവതരിപ്പിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് അവർ നമുക്ക് നേരിട്ട് അത്രയും സ്ഥലം കൈമാറാൻ തയ്യാറായിരുന്നില്ല. ഒരു സെൻട്രൽ സ്റ്റേറ്റ് എന്താ പറയുക ഒരു രീതി അനുസരിച്ച് കേരളത്തിന് അർഹതപ്പെട്ട ആ സ്ഥലം വിൽപ്പനയ്ക്ക് വെക്കാൻ പോകുന്നു, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ടെൻഡറിൽ പങ്കെടുത്തോളൂ എന്നുള്ള ഒരു മറുപടിയാണ് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായത്. അത് കിൻഫ്ര വഴി സർക്കാർ അതിൻ്റെ ടെൻഡറിൽ പങ്കെടുത്തു. നിങ്ങൾക്കറിയാം, കോർപ്പറേറ്റ് കമ്പനികൾ അദാനി, അംബാനി, സൺറൈസ് ഉൾപ്പെടെയുള്ള കമ്പനികളാണ് അതിന് നമ്മളോടൊപ്പം ടെൻഡറിൽ പങ്കെടുത്തത്. പക്ഷേ നമുക്ക് അതിൽ കൂടുതൽ തുക കോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിൻ്റെ 250ഓളം കോടി രൂപയ്ക്കാണ് അന്ന് ഇടതുപക്ഷ സർക്കാർ HNLൻ്റെ 700 ഏക്കർ സ്ഥലം ഏറ്റെടുത്തത്. അങ്ങനെ ഏറ്റെടുത്തത് കൊണ്ടാണ് ഇപ്പോൾ സ്ഥലം അവിടെ ഉണ്ടായത്. നിയമസഭയിൽ ബാക്കി വരുന്ന സ്ഥലത്ത്, അതായത് 200 ഏക്കറാണ് നമ്മുടെ അറിവിൽ എയിംസിന് വേണ്ടി കേന്ദ്രം ആവശ്യപ്പെടുന്നത്. അപ്പോൾ 200 ഏക്കർ സ്ഥലം നമുക്കവിടെ കണ്ടെത്താനാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളന്ന് എയിംസ് വെള്ളൂരിൽ അനുവദിക്കണം എന്നുള്ള രീതിയിൽ സബ്മിഷൻ നിയമസഭയിൽ ഉന്നയിച്ചത്. പക്ഷേ ഓരോ ഗവൺമെൻറ്റിനും ഓരോ പോളിസിയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച ഒരു സ്ഥലമെന്ന തരത്തിൽ ആണ് അതിനെ കണ്ടത് എന്നുള്ളത് കൊണ്ടാണ് അന്ന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം, അനുകൂലമായിട്ടെന്നുള്ള എയിംസ് വരിക എന്നുള്ളതല്ല, ആ ഒരു ലിസ്റ്റിലേക്ക് വരുന്നതിനുള്ളൊരു തടസ്സമുണ്ടായത്. മറ്റൊരു ഗവൺമെൻറ് വന്നു, മറ്റൊരു പോളിസി വന്നപ്പോൾ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കോട്ടയത്ത് തന്നെ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിനോട് ചേർന്നിട്ടുള്ള സ്ഥലവും വെള്ളൂർ HNLൻ്റെ സ്ഥലവും ആണ്, KPPLൻ്റെ സ്ഥലവുമാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയായാലും അത് ആദ്യമായി ഒരു ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ, ഏത് ഗവൺമെൻറ്റും ആവട്ടെ, ഒരു ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ അത്തരത്തിലൊരു ഐഡിയ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളത് ഒരു ജനപ്രതിനിധി ആയിരുന്നു എന്ന തരത്തിൽ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി നിയമസഭയിൽ വരെ ആ വിഷയം എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അത് വിജയിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനെങ്ങനെയായിരുന്നു നോക്കി കണ്ടിരുന്നത്? അല്ല, അതാണ് പറഞ്ഞത്. അത് ഓരോ ഗവൺമെൻറ്റും ഓരോ പോളിസിയുടെ അടിസ്ഥാനത്തിൽ ആണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ജനപ്രതിനിധികൾ ആയിരിക്കുമ്പോൾ നമ്മുടെ മണ്ഡലത്തിലെ വിഷയങ്ങൾ ഗവൺമെൻറ് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു കടമ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് മുൻപിൽ എൻ്റെ മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ട്, അത് ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോൾ HNL വിൽക്കാൻ പോകുന്ന സമയത്തും ഞാൻ കോളിംഗ് അറ്റൻഷനിലൂടെ ഗവൺമെൻറ് ശ്രദ്ധ ക്ഷണിച്ചതിലൂടെ എനിക്കത് അവതരിപ്പിക്കാൻ സാധിച്ചു. അത് പക്ഷേ നിങ്ങൾ അന്നത്തെ വീഡിയോ എടുത്ത് കാണുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ശ്രദ്ധ ക്ഷണിക്കൽ ഈ HNL ഏറ്റെടുക്കണം, സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ള കോളിംഗ് അറ്റൻഷൻ്റെ സമയത്ത് എനിക്ക് സംസാരിക്കാൻ പോലും അവസരം കിട്ടാത്ത തരത്തിൽ UDFൻ്റെ ഭാഗത്തു നിന്ന് ഭയങ്കരമായ ശബ്ദകോലാഹലങ്ങൾ, വലിയ സമരം ഒക്കെ, ഭയങ്കര മുദ്രാവാക്യങ്ങളൊക്കെ മുടങ്ങുന്ന അന്തരീക്ഷത്തിലാണ് ഞാനന്നത് അവതരിപ്പിക്കുന്നത്. വന്നാൽ എന്ത് തന്നെയായാലും അത് വലിയ കാര്യം തന്നെയാണ്, നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതിൽ എന്താണേലും ഞങ്ങളെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതിപ്പോൾ ഞാനായപ്പോൾ അവതരിപ്പിച്ചു എന്നുള്ളത്, അല്ലെ പുതിയ ജനപ്രതിനിധി അവതരിപ്പിച്ചു എന്നുള്ളതൊന്നും അല്ല അതിൽ വിഷയം. നമുക്ക് ആത്യന്തികമായി കേരളത്തിനിത് കിട്ടുക, കേരളത്തിൽ കിട്ടുമ്പോൾ അത് ഈ സ്ഥലത്താണെങ്കിൽ കൂടുതൽ സന്തോഷം, ഇവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും, ആരോഗ്യ മേഖലയിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിനെല്ലാം എന്തായാലും പൂർണ്ണമായ പിന്തുണ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അത്തരത്തിൽ അത് ആദ്യമായി അവതരിപ്പിച്ചത് ഞാനാണെന്നുള്ള ഒരു ഇതിൽ പറഞ്ഞത് തന്നെ എനിക്ക് വലിയ സന്തോഷം. അത് അത്ര തന്നെ ആ കാര്യത്തിൽ. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് ഈ ഒരു പദ്ധതിയെക്കുറിച്ച് പറയാനുള്ളത്? എയിംസ് ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് വെള്ളൂർ. നമുക്ക് ആരെയും കുടിപിടിപ്പിക്കേണ്ട കാര്യമില്ല. 700 ഏക്കർ KPPLൻ്റെ സ്ഥലത്ത് നിന്ന് ഇതിനാവശ്യമായ സ്ഥലം വിട്ടുകൊടുത്താൽ നമ്മൾ എയിംസ് നമ്മൾ ഇവിടെ വരാൻ സാധിക്കും. അതേപോലെ തന്നെ കേരളത്തിൻ്റെ മധ്യഭാഗമാണ് കോട്ടയം ജില്ല. അപ്പോൾ തെക്കൻ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും ഇവിടെ വന്ന് ജനങ്ങൾക്ക് വന്നു പോകാനുള്ള ഒരു സൗകര്യമുണ്ട്. അതേപോലെ തന്നെ ട്രെയിൻ മാർഗം, നെടുമ്പാശ്ശേരി വിമാനത്താവളം, അതുപോലെ റോഡ് മാർഗം ഗതാഗത സൗകര്യങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് വെള്ളൂർ. അതുപോലെ ശുദ്ധജലം ഏറ്റവും കിട്ടാവുന്ന, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ശുദ്ധജലം കിട്ടാവുന്ന ഒരു പ്രദേശമാണ് വെള്ളൂർ. അതുപോലെ അങ്ങനെ എല്ലാ കൊണ്ടും യോജിച്ച ഒരു സ്ഥലമാണ് KPPLൻ്റെ ഈ സ്ഥലത്ത് എയിംസ് വരിക. പൊതുവെ വെള്ളൂരാണ് എയിംസ് വരിക എന്നൊരു സംസാരമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? എയിംസ് വരുന്നത് ഏറ്റവും ഗുണകരമായ ഒരു സ്ഥലം തന്നെയാണ് വെള്ളൂർ പഞ്ചായത്ത്. കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്തും ഈ അടുത്തും നമ്മൾ ഭരണസമിതി പ്രമേയം പാസ്സാക്കി സർക്കാരിലേക്ക് കൊടുത്തിരുന്നു. വെള്ളൂരിലേക്ക്
ഞങ്ങൾക്ക് എയിംസ് വരണമെന്ന്. ഇപ്പോൾ വെള്ളൂർ എയിംസ് വരുന്നത് ഏറ്റവും KPPL സ്ഥലം ഉണ്ട്. അപ്പം പുതിയതായിട്ട് ആരെയും സ്ഥലം ഏറ്റെടുക്കേണ്ട, ആരെയും കുടിയൊഴിപ്പിക്കേണ്ട, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിലുണ്ട്. ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കുര്യാക്കോസ് തോട്ടത്തിന്റെ അഭിപ്രായം കൂടി നമുക്കൊന്ന് കേൾക്കാം. വെള്ളൂരെ സംബന്ധിച്ചിടത്തോളം എയിംസ് വരാനുള്ള തീരെ സാധ്യതകൾ ഉണ്ട്. നിലവിൽ ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഇതിനനുകൂലമാണ്. ഒരാളെയും കുടിയൊഴിപ്പിക്കാതെ KPPL-ൻ്റെ കേരള സർക്കാരിൻ്റെ അധീനതയിലുള്ള 700 ഏക്കർ സ്ഥലത്ത് നമുക്ക് ഒരു 200 ഏക്കർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എയിംസ് വരുവാനുള്ള സാധ്യത ഇവിടെയുണ്ട്. അതുകൂടെ തന്നെ നമുക്ക് ട്രെയിൻ സൗകര്യം, തൊട്ടടുത്ത് തന്നെ ട്രെയിൻ സൗകര്യമുണ്ട്. ഒരു 50 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എയ്റോപ്ലെയിൻ്റെ സൗകര്യമുണ്ട്. ജല സൗകര്യങ്ങളുണ്ട്. ജലത്തിൽ മൂവാറ്റുപുഴ സുലഭമായ വെള്ളം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. നിലവിൽ 7ഓളം കുടിവെള്ള പദ്ധതികൾ ഈ പുഴയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വഴി സൗകര്യങ്ങൾ മധ്യ കേരളത്തിൽ ആണ് ഈ വെള്ളൂർ എന്നൊരു സ്ഥലം ഉള്ളത്. നമുക്ക് എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി എല്ലാ ജില്ലകളെയും ബന്ധിച്ചുകൊണ്ട് ഏതാണ്ട് തുല്യ ദൂരത്തിലുള്ള സ്ഥലമാണ് വെള്ളൂർ എന്ന സ്ഥലം. അതുകൊണ്ട് വെള്ളൂരെ ഒരാളെ കുടിയൊഴിപ്പിക്കാതെ വെള്ളൂരെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എയിംസ് ഒരാൾ ഏറ്റവും വലിയ സാധ്യത നിലവിൽ നിൽക്കുകയാണ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ നികിത കുമാറിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ വെള്ളൂർ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഏകദേശം 300 ഏക്കറോളം വരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇതിനു വേണ്ടി എന്നുള്ള നിലയിൽ പ്രകടനം നടക്കുന്നത്. ഗവൺമെൻറ് വ്യവസായ വകുപ്പിന് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഭൂമിയാണ് നിലവിൽ ഈ ഇതിനു വേണ്ടി കണ്ടെത്തിയിരിക്കുന്നതെന്ന് പറയുന്നു. അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടതിൽ സന്തോഷമുണ്ട്. പക്ഷേ തത്വത്തിൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വേണം. അതോടൊപ്പം തന്നെ എയിംസ് കേരളത്തിന് അനുവദിക്കപ്പെട്ടു എന്ന ഒരു തീരുമാനം കൂടി ഇതിൻ്റെ ഭാഗമായി വരേണ്ടതുണ്ട് എന്നതാണ്. നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് നമ്മുടെ കേരളത്തിൻ്റെ മധ്യഭാഗത്ത് എന്ന നിലയിൽ തന്നെ എല്ലാവിധത്തിലുള്ള വിഭവങ്ങളും ലഭ്യമായ ഒരു പ്രദേശം എന്ന നിലയിൽ തന്നെയാണ് എയിംസിനെ വെള്ളൂരിലേക്ക് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ സമയത്ത് ഇതിനു വേണ്ടിയുള്ളൊരു വലിയ പരിശ്രമം നടന്നിട്ടുള്ളതാണ്. സമീപ പഞ്ചായത്തുകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ളൊരു സംഘാടക സമിതി രൂപീകരിക്കുകയും ഒത്തുശേഖരണം നടത്തുകയും ഗവൺമെൻറ്റിന് സമർപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത്രയും വേഗം തന്നെ ഇതിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാക്കുകയും ഇത് വെള്ളൂർ വരേണ്ട അല്ലെങ്കിൽ കേരളത്തിൻ്റെ മധ്യഭാഗത്ത് അതിന് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ലഭ്യമാകട്ടെ എന്നാണ് ആശങ്ക. എയിംസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗ്രേറ്റർ പറവൂർ ഡെവലപ്മെൻറ്റ് ഫോറം എന്ന സംഘടന കൊടുത്തിരിക്കുന്ന ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി പരിഗണിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഇടക്കാല വിധി ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതുപോലെ ഇത്രയും സൗകര്യങ്ങളുള്ള വെള്ളൂരിനെ കൂടി എന്തുകൊണ്ട് ഉൾപ്പെടുത്തിക്കൂടാ എന്നൊരു ചോദ്യം കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അത് നമുക്ക് അനുകൂലമായ ഒരു ഘടകമാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ പോലും ഇപ്പം ഗവൺമെൻറ് തലത്തിൽ ഈ എന്താ പറയുക വൈക്കം MLA തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ വെള്ളൂരിനെ മുഖ്യധാരയിലേക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുക. ഇവിടെ ഇത് യാഥാർത്ഥ്യമാകണം. കേരളത്തിൻ്റെ മധ്യഭാഗത്ത് തന്നെ ഇതുണ്ടാവണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഈ കാര്യങ്ങളൊക്കെയാണ്. വരുവാണെങ്കിൽ ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഞങ്ങളുടെ നാടിൻ്റെ വികസനം. പിന്നെ അത് മാത്രമല്ല ഇതൊരു മധ്യ തിരുവിതാംകൂറാണല്ലോ. എറണാകുളം കോട്ടയത്തിൻ്റെ നടുക്കാണ് ഈ വെള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ വെള്ളം ഇഷ്ടംമാതിരി കുടിവെള്ളം. പിന്നെ അവരുടെ സ്ഥലം 200 ഏക്കർ സ്ഥലം ഞങ്ങളുടെ KPPL-ൻ്റെ സ്ഥലം ചുമ്മാ കിടക്കും. കുടിയൊഴിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ 110 kV സബ്സ്റ്റേഷൻ 2 എണ്ണം, അതിനും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാം കൊണ്ടും നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്ഥലം തന്നെയാണ് നല്ലതെന്നാണ് ഈ നാട്ടുകാർ എന്നുള്ള നിലയിലും പിന്നെ ഒരു ജനപ്രതി എന്ന എനിക്ക് പറയാനുള്ളത്. ഒരു നല്ല കാര്യം തന്നെയാണ്. ഒരു 200 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്. ഒറ്റ വീട്ടുകാരെ പോലും ഒഴിപ്പിക്കണ്ട. അപ്പം നമ്മൾ എറണാകുളമായാലും കോഴിക്കോടായാലും ഒരു 500 വീട്ടുകാരെ ഒഴിപ്പിക്കണം. അവരുടെ കണ്ണീര് കാണണ്ട. ഇവിടെ വരുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, ബസ് സൗകര്യങ്ങളെല്ലാം ഇഷ്ടംമാതിരി സ്ഥലമുണ്ട്. ഒരു 5-6 ജില്ല ആൾക്കാർ വന്ന് പിടിച്ചാൽ ഇവിടെ വെള്ളം പറ്റൂല. മൂവാറ്റുപുഴ സുന്ദരമായിട്ട് ഒഴിവ്. ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഇവിടെ എല്ലാ ബേസിക് സംവിധാനങ്ങളും ഉണ്ട്. റോഡുണ്ട്, റെയിൽവേ ലൈനുണ്ട്. ഇവിടുന്ന് 60 കിലോമീറ്റർ മാറിയ കൊച്ചി ഇൻ്റർനാഷണൽ വിമാനത്താവളമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മൂവാറ്റുപുഴയാറെന്ന് പറഞ്ഞാൽ ശുദ്ധജലത്തിന് ഒരു തടസ്സവുമില്ലാത്ത രീതിയിലുള്ള ഒരു മൂവാറ്റുപുഴയാർ ഇങ്ങനെ ഒഴുകുന്നു. 4 ജില്ലകളിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ ഫിൽട്രേഷൻ പ്ലാന്റ് ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ആലപ്പുഴയിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനൊരു ഭാഗമാണെങ്കിലും മറ്റ് വിഷയങ്ങളെല്ലാം നമ്മൾ തരണം ചെയ്ത് ഒരുപക്ഷെ എയിംസ് എങ്ങനെ നമുക്ക് സാധ്യമാക്കാം എന്നുള്ളത് വളരെ ചോദ്യചിഹ്നമാണ്. കാരണം വൻകിട ആശുപത്രികളെല്ലാം ഇവിടെയുണ്ട്.
ഇവരുടെ എല്ലാം ഓരോ വിഷയങ്ങളിൽ നിന്നും തരണം ചെയ്താൽ മാത്രമേ നമുക്കിത് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എയിംസ് വരുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പണ്ട് വെള്ളൂരിന് ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള തൊഴിലാളികൾ ഈ ടൗൺഷിപ്പിലേക്ക് ഒഴുകിയെത്തുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ തന്നെ കാണുന്നില്ലേ? ഇനി എയിംസിലാണ് വെള്ളൂരിൻ്റെ ഓരോ ജനതയുടെയും പ്രതീക്ഷയിരിക്കുന്നത്. വെള്ളൂരിൻ്റെ ആ പഴയ പ്രതാപകാലം വീണ്ടും തിരിച്ചു വരുന്നത് എയിംസിലൂടെ ആകുമെന്നാണ് ഇവിടുത്തെ ഓരോ ജനതയുടെയും പ്രതീക്ഷ, ഒപ്പം കേരള ജനതയുടെയും പ്രതീക്ഷ.